35ാമത്തെ ദിവസ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട് 33ാം ദിവസം നമ്മൾ പാങ്കോങ് സോയിൽ വെച്ചിട്ട് നിർത്തിയതാണ്. അതിനുശേഷം വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര ടയർഡായി പോയി. നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കണ്ടാൽ അറിയാമല്ലോ അത്രമാത്രം വാട്ടർ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാങ്കോങ് സോയിൽ എത്തിയാണ്. അതിനുശേഷം ക്രോസിംഗ് മാത്രമല്ല, ഓക്സിജൻ എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ്. ഇപ്പം തന്നെ സംസാരിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇത്രയും ഭയങ്കര ടയേർഡായിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് പറയുക, ഇപ്പോൾ നമ്മളുള്ള സ്ഥലത്തിനെ കുറിച്ചിട്ട് പറയാം. അവിടത്തേക്ക് അവിടെ വരാം. അതിന് മുമ്പ് നമുക്ക് അതുവരെ നടന്ന കാര്യങ്ങളൊക്കെ എത്താം. നമ്മൾ പാങ്കോങ് സോന്ന് നേരെ എത്തിയത് കാരു എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ലഡാക്കിൻ്റെ അവസാനത്തെ ഒരു പ്രധാന ടൗൺ എന്നൊക്കെ പറയാം അല്ലേ. ലഡാക്കിൽ നിന്ന് ഒരു ലേന്ന് ഒരു 40 കിലോമീറ്റർ ഇപ്പുറത്തുള്ള കാരു എന്ന് പറയുന്ന സ്പോട്ടായിരുന്നു. അവിടെ ഒരു ദിവസം കിടന്നുറങ്ങി ഞങ്ങൾ. അത്രയും ടയേർഡായിരുന്നല്ലോ. കിടന്നുറങ്ങി. അതിനുശേഷം അവിടെ ഒരു ഹെമിസ് എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രി ഉണ്ട്, ബുദ്ധന്മാരല്ലേ, ബുദ്ധന്മാരുടെ ഒരു മൊണാസ്ട്രി. അതെ അതെ. അത് നമ്മൾ അതിൻ്റെ മ്യൂസിയവും അതിൻ്റെ ടെമ്പിളും ഒക്കെ കയറി കണ്ടു. അവിടുന്ന് പക്ഷേ വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് അതിൻ്റെ അകത്തേക്കുള്ള വീഡിയോ ഒന്നും ചെയ്തില്ല. അത് പുറത്തുനിന്ന് 2 ഫോട്ടോസ് എടുത്തു. നമ്മൾ അവിടുന്ന് തിരിച്ചു പോകും. അതെ. അതിനുശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് നമ്മളെ സഹായിച്ച അഭിമന്യു സാർ അല്ലേ, ലഫ്റ്റനന്റ് കേണൽ അഭിമന്യു സാർ. ലഫ്റ്റനന്റ് കേണൽ അഭിമന്യു സാറാണ് നമുക്ക് ലഡാക്കിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നത്. പല നമ്മളെ കണക്ട് ചെയ്ത ആളെയും കൂടി പറയണം. ബ്രിഗേഡിയർ ഗംഗാരൻ സാർ കോഴിക്കോടാണ്. അദ്ദേഹമാണ് നമുക്ക് ഈ അഭിമന്യു സാറിനെ കണക്ട് ചെയ്തത്. അഭിമന്യു സാർ ഞങ്ങൾക്ക് 4 സ്ഥലത്ത് മിലിറ്ററിൻ്റെ ക്യാമ്പിനകത്ത് റൂം ശരിയാക്കി തന്നു അല്ലേ പ്രശ്നം? അതെ അതെ. 4 നാലാമത്തെ സ്ഥലമാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയത്. അതെ, 4ാമത്തെ സ്ഥലത്താണ് ഇന്ന് നമ്മൾ ഇറങ്ങിയത്. അതിലേക്കൊക്കെ എത്താം. അതിന് മുമ്പ് എല്ലാം പറയണല്ലോ നമ്മളെ. അങ്ങനെ നമ്മൾ സാറിനെ കാണാൻ വേണ്ടി പോയി. സാറിനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കാരണം 40 കിലോമീറ്റർ അപ്പം 40 കിലോമീറ്റർ ഡൗണും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് തന്നെയല്ല സാറിനെ കാണാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോയി സാറിനെ കണ്ടു. എന്നിട്ട് ഇന്നലെ സാറിൻ്റെ കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് കേട്ടോ. അവിടെ പോയി സാറ് പറഞ്ഞു ഭയങ്കര ഹാപ്പിയായി സാറ്. അങ്ങനെ സാറിൻ്റെ ഒപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് അന്നത്തെ ദിവസം നമ്മൾ നേരെ ഇവിടത്തേക്ക് സർച്ചു ട്രാൻസിറ്റ് ക്യാമ്പിലാണ് ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയത് കേട്ടോ. നല്ല തണുപ്പാണ് അവിടെ രാവിലെകളിൽ. ഇപ്പം വെയിലുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തത്. സ്വതവേ ഇവിടെ 4 ഡിഗ്രി. ഇന്നലെ രാത്രി -0 -1 -2 അങ്ങനെ എന്തോ ആണ്. റൂമിൽ ഹീറ്റർ ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ ബാക്കി കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ബാക്കിയാവത്തില്ലായിരുന്നു. അങ്ങനെ അതെ. പിന്നെ ക്യാമ്പിൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ ട്രാൻസിറ്റ് ക്യാമ്പാണല്ലോ. അതെ, ട്രാൻസിറ്റ് ക്യാമ്പാണ്. നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയൊരു ക്യാമ്പിൻ്റെ ഇതിലാണ് ഞങ്ങൾ ആ ഒരു ട്രാൻസിറ്റ് ക്യാമ്പിന് നമ്മൾ അളന്നു നോക്കിയത്. അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറിപ്പോയി. കാരണം പട്ടാളക്കാർ അത്രയും കഷ്ടപ്പെടുന്നൊരു ക്യാമ്പ്. അവർക്ക് കറണ്ട് ഇല്ല. അതേപോലെ ഒന്നുമില്ല. ബേസിക്കലി വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവന്ന് വിറകിട്ട് കത്തിച്ചിട്ടാണ്. വെള്ളത്തിന് ഹീറ്റർ ഇല്ല. അത് വിറക് വെച്ച് കത്തിച്ചിട്ട് നമുക്ക് ഓരോ ബക്കറ്റ് വെള്ളം കൊണ്ടുതരണം. അതെ. അങ്ങനെ നമ്മുടെ ഇത്രയും ദിവസം നമ്മൾ നിന്ന ഓഫീസേഴ്സ് മെസ്സിൻ്റെ ഒരു കാഴ്ചപ്പാടിന് മൊത്തം വിപരീതമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവിടെ കണ്ടത്. ട്രാൻസിറ്റ് ക്യാമ്പാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ. കാരണം ഏത് സമയത്തും അത് അവിടെ നിന്ന് മാറ്റും. സ്ഥിരമായിട്ടുള്ള ഒരു ക്യാമ്പല്ല. അതിൽ തന്നെ ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ടല്ലോ. അതെ. അതുകൊണ്ടാണ് അത് അങ്ങനെ കേട്ടോ. എന്തായാലും അതും നമുക്ക് കാണാൻ പറ്റി. കാരണം അവർ രാവിലെ തന്നെ വെള്ളം പിടിച്ചിട്ട് റൂമിലേക്ക് വരും. അതേപോലെ കറണ്ടില്ല. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടല്ലേ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എല്ലാ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണ്ടേ. അങ്ങനെ അതും പറ്റി. അങ്ങനെ വരുന്ന വഴി നമ്മൾ ഒരുപാട് ക്യാമ്പ് കണ്ടില്ലേ. അതാണ് നമുക്ക് ഈ ടെൻറ്റ് ക്യാമ്പിംഗ് അല്ലേ? അതെ ക്യാമ്പിംഗ്. അതായത് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത്, നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലത്ത് വേറെ ടൗണോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വഴിയിൽ ഇടയിൽ ഈ മണാലി എത്തുന്നതിൻ്റെ ഇടയിൽ ഒരു സ്റ്റേ ഇടയ്ക്ക് എന്തായാലും വേണം. അതിനുള്ള ഒരു സ്ഥലമായിട്ടാണ് ടൂറിസ്റ്റുകൾ സർച്ചു തിരഞ്ഞെടുത്തിരിക്കുന്നത്. സർച്ചുവിൽ കുറേ ഈ പാറയുടെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാം, ഒരു വീഡിയോ കാണാം. ഇപ്പം നിറയെ ടെൻ്റ് അടിച്ചിരിക്കുകയാണ്. നല്ല മനോഹരമായ ടെൻ്റാണ്. ആ ടെൻറ്റിൻ്റെ റെൻറ്റ് കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് അറിയില്ല. ഈ തണുപ്പിൽ മൈനസിലൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത്. ഈവൻ ഞങ്ങൾക്ക് ഇന്നലെ ഹീറ്റർ ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല കേട്ടോ. ആ ടെൻറ്റ് അതൊക്കെ കണ്ടുവന്നു. നമ്മളിപ്പോൾ മണാലിയിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ മണാലി റോഡായിരുന്നു കേട്ടോ. 10 കിലോമീറ്റർ അതിമനോഹരമായിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. എന്ത് സുഖമായിട്ട് പോകാം. 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ലോറി ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ കാണുന്ന അവസ്ഥ ഇതാണ്. ഈ ഒരു കാഴ്ചയാണ്. ഇത് കണ്ടില്ലേ, വാട്ടർ ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം വെർഷൻ. ഇതുപോലത്തെ വാട്ടർ ക്രോസിംഗ് നിങ്ങൾ കണ്ടില്ല കേട്ടോ. ഇതുണ്ടല്ലേ അവിടെ ലോറി കുടുങ്ങി കിടക്കുന്നത്. 2 ലോറി അവിടെ താണു കിടക്കാണ്. ഇതാണ് നമുക്ക് മണാലിയിലേക്ക് പോകേണ്ട മെയിൻ റോഡ്. പക്ഷേ ഒരു ലോറി എടുത്തോണ്ടിരിക്കുന്നത്. ആ ലോറിയെ കെട്ടി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. താന്നുപോയ ലോറിയെ കെട്ടി വലിക്കുകയാണ്. അതെ. ആ ലോറി കയറുന്നില്ല. ആക്ച്വലി നമുക്ക് പോകേണ്ട വഴി ഇതായിരുന്നു. ഈ പാലമായിരുന്നു.
ഈ പാലം ഒന്ന് കാണിക്കുക. ഈ പാലം പൊളിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാട്ടർ ക്രോസ് കൂടി വാഹനങ്ങൾ പോകുന്നത്. അതെ, ഇതാണ് മെയിൻ റോഡ് കേട്ടോ. മണാലിയിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷേ ഇവിടെ പാലത്തിൻ്റെ പണി നടക്കുകയാണ്. പക്ഷേ ഓൾറെഡി പഴയൊരു പാലം ഇവിടെ ഉണ്ട്. അതിലും എന്തോ ഡാമേജ് പറ്റിയിട്ട് എന്താ പറയുന്നത്, റിപ്പയറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ പറയുന്നത്, പിടിച്ചിട്ടുള്ളത് ഇതേ കണ്ടില്ല. ഇവിടെ പാലത്തിൻ്റെ ഒരു ബീം എന്തോ കംപ്ലൈൻ്റ് ആയതാണ്. ഇവിടുത്തെ എഞ്ചിനീയർമാരും സ്റ്റാഫുകളും അതിപ്രയത്നത്തിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. എന്ത് വില കൊടുത്തിട്ടും എത്ര സാഹസികമായിട്ടൊന്നറിയുമോ, ഇവരിതിൻ്റെ മേലെ ഒക്കെ പിടിച്ച് കയറിയിട്ട് ആ ഒരു ബീം ചേഞ്ച് ഞാൻ കാണിച്ചു തരാം. ലോറികൾ എങ്ങനെയല്ലോ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ചെറിയ വാഹനങ്ങൾ, കാറായാലോ ടൂ വീലറായാലോ ആരും ഇത് കടന്നു പോകുന്നില്ല. ഈ വാട്ടർ ക്രോസ് കടക്കുക തന്നെ ഹെവി റിസ്ക് ആണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇവിടുന്ന് കണ്ടാൽ മനസ്സിലാകും നിങ്ങൾക്ക്. ഇതന്നല്ലേ ഈ ഒരു വെള്ളമാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോകേണ്ടത്, ഈ ഒരു പാലം ഇല്ലെങ്കിൽ. പക്ഷേ എന്ത് തന്നെയാലും നമുക്ക് ടൂ വീലർ വെച്ചിട്ടാവുന്ന എന്തായാലും സാധ്യമല്ല. എന്തായാലും ഇത് റെഡിയാകാൻ വരെ അവരവിടെ കാത്തു നിൽക്കണം, അല്ലെങ്കിൽ ലേ വഴി ചുറ്റിപ്പോകണം. ലേ വഴി ചുറ്റിപ്പോകണമെങ്കിൽ നടക്കത്തില്ല. വന്ന വഴി അങ്ങനെ തിരിച്ച് റിട്ടേൺ പോയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് റെഡിയാകാൻ തന്നെ കാത്തു നിൽക്കേണ്ടി വരും. ഇത് പ്രതീക്ഷിച്ചില്ലല്ലോ നമ്മൾ, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതെന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അമ്മയും നീഹം ഒക്കെ ആകെ ടയേർഡായിട്ട് മേലെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ വേണ്ടി വന്നപ്പോഴാണ് പാലത്തിൻ്റെ പണി നടക്കുന്നത്. ഏകദേശം ഡൽഹി പിടിക്കാനായി എന്നുള്ളൊരു ആശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇനി ഹൈ റേഞ്ചെല്ലാം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സമാധാനത്തിലായിരുന്നു. പക്ഷേ നിങ്ങളത് പോയി കിട്ടിയിരുന്നു. നേരത്തെ മണാലി എത്തി സ്റ്റേ ആക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അതിന് എപ്പോഴാണോ മണാലി എത്തുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്സിജനും ഇല്ല, കയറി നിൽക്കാനൊരു തണലും ഇല്ല. ഭക്ഷണമുണ്ടോ? ഭക്ഷണവും ഇല്ല. കുറച്ച് ദിവസം ഇത് തന്നെ കേട്ടോ അവസ്ഥ. അയ്യോ, കുറച്ച് 269 കിലോമീറ്റർ. അതും ഒരുപാട് വാട്ടർ ക്രോസ്. അതെ, ലേയിലേക്ക് 269 കിലോമീറ്റർ. അവിടെ നിന്നാണ് ഇനിയിപ്പോൾ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. അതെന്തായാലും ആലോചിക്കണ്ട. കാരണം അത്രയും വാട്ടർ ക്രോസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിയത്. ഇനി തിരിച്ചു പോകുന്ന പറഞ്ഞാൽ അസാധ്യം. കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെ കേട്ടോ അവസ്ഥ. വെള്ളമില്ല, ഭക്ഷണമില്ല, ഓക്സിജൻ ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ ചെയ്യാൻ പറ്റാൻ കേട്ടോ. എന്താണ് ഏറ്റവും വലിയ പ്രശ്നം. ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സഹിക്കാം? ഓക്സിജൻ ഇല്ലാണ്ട് നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ. അതെ, ഒരാളിപ്പോൾ ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് നടക്കുന്നുണ്ട്. ആ ഒരു ടൂറിസ്റ്റ് നമ്മളതിലുണ്ട് കേട്ടോ ഒരു സിലിണ്ടർ. ഘട്ടം വന്നാൽ പൊട്ടിക്കും. പക്ഷെ ഇതുവരെയായിട്ട് അത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. മണാലി എത്തുമ്പോഴേക്കും നമ്മുടെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ നഷ്ടപ്പെടും. അതാണ് പ്രധാന പ്രശ്നമില്ല. നാളെ ഒരു പകല് നമ്മൾ മണാലി സ്റ്റേ ചെയ്യും. അല്ല, നമുക്ക് അടൽ ടണലാണ് നമ്മുടെ പ്രധാന മറ്റൊരു ഹൈലൈറ്റ്. അത് രാത്രിയേക്ക് മേലെ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ക്യാമറ പകർത്താൻ പറ്റത്തില്ല. നോക്കട്ടെ, എന്നാലും ശ്രമിക്കാം. അപ്പോൾ ഞങ്ങളിതാ വാട്ടർ ക്രോസിങ് നിൽക്കാൻ വേണ്ടി, പാലത്തിൻ്റെ പണി കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇതേ സ്ഥലം സർച്ചു ട്രാൻസിറ്റ് ക്യാമ്പിനടുത്ത് വെയിറ്റ് ചെയ്യാം. ലോറി കയറി കുടുങ്ങി ഒരു ലോറി കയറി കേട്ടോ. ആ ലോറി ഒന്നുമില്ല, ആദ്യം കുടുങ്ങിയ ലോറി കയറി. ഇനി രണ്ടാമത്തെ ലോറി ഉണ്ട്. പറ്റുന്നില്ല, ക്ഷീണിച്ച് തളർന്നു പോയി. അങ്ങനെ അവസാനം മണിയാശാൻ ഇതാ നാച്ചുറൽ റെഡ് ബുള്ള് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞുതരുമോ? പുറത്താക്കൂല. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് നാരങ്ങകൾ ഉണ്ടാക്കുക. അല്ലാണ്ട് പറ്റുന്നില്ല. ഒരുപാട് നേരമില്ലേ വെയിൽ കൊള്ളുന്നു, പറ്റുന്നില്ല. അങ്ങനെ ഗായ്സ്, നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ പാലം തുറന്നിരിക്കുകയാണ്. ഭയങ്കര ട്രാഫിക് ആയിരിക്കും കേട്ടോ. സൂക്ഷിച്ചും ശ്രദ്ധിച്ചും എടുത്തില്ലെങ്കിൽ നമുക്ക് തന്നെ നഷ്ടം സംഭവിക്കും. ഇവൻ ആരായി? ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവഴി വരായിരുന്നു. റൈഡേഴ്സിൻ്റെ ഒക്കെ കുത്തിയൊലിപ്പാണ്. റോഡ് ഇതുവരെയായിട്ട് തുറന്നിട്ടില്ല കേട്ടോ. സൈഡാക്കി വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഒരു വന്ന് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കുഴപ്പമില്ല.
അങ്ങനെ ഗൈസ് 3-3.5 മണിക്കൂർ കാത്തിരിപ്പിനൊടുവിൽ പാലം റെഡിയായിരിക്കുകയാണ്. വൺ സൈഡിൽ നിന്നാട്ടോ ഇപ്പോൾ വണ്ടികൾ വരുന്നത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടികൾ വന്നു തുടങ്ങി. ഇതേ കണ്ടില്ല, സ്കോർപ്പിയോ ഒക്കെ വന്നു തുടങ്ങി. എന്തിനാലും ആദ്യം അവർ തന്നെ വന്ന് നോക്കട്ടെ എന്തൊക്കെയാണ് അവസ്ഥ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് പോയാൽ പോരെ. എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്? എന്തായാലും ഇത്ര ലേറ്റ് ആയില്ലേ. അതെ, റൈഡേഴ്സൊക്കെ ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി. അമ്മേ, ഇതേതാ വണ്ടി? CD ഡീലക്സ് ആയിട്ട് ഒരാൾ റൈഡ് വന്നിരിക്കുക. നമ്മളെന്തായാലും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം കണ്ടില്ലേ, അവിടെ അത്രയും വലിയ തിരക്കാണ്. അതുപോലെ അവിടെ ഒരു മിലിറ്ററിയുടെ കോൺവോയ് ഉണ്ട്. അതേപോലെ വലിയ സീനിയർ ഓഫീസർ പുള്ളിക്കാരനുണ്ട് അവിടെ, ഒരു സഫാരിൻ്റെ അകത്ത്. അപ്പോൾ പുള്ളിക്കാരനൊക്കെ കടത്തി വിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്തായാലും റെഡിയായല്ലോ, അത് മതി. ഏയ്, അങ്ങനെ ഇതാ മിലിറ്ററിയുടെ കോൺവോയ് വണ്ടി ഇവിടെ കടന്നു പോയിരിക്കുകയാണ്. എല്ലാവരെയും കടത്തി വിടുമെന്നുള്ള കാര്യം സംശയം കേട്ടോ. കാരണം റൈഡേഴ്സ് ഫ്രണ്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അവരെ വിടൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കടക്കാൻ പറ്റുമല്ലോ. എൻ്റെ അമ്മേ, വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കുന്നു നോക്കിയാൽ നിങ്ങൾ നേരത്തെ കണ്ടതിനേക്കാളും 4 ഇരട്ടി പവറാണ്. ദൈവമേ, ക്യാമറ ഒന്നും താഴെ പോവല്ലേ. എടുത്ത വീഡിയോസ് മൊത്തം ഇതിലാണ് കിടക്കുന്നത്. ഇത് ആടുന്ന് നോക്കിയാൽ വണ്ടി പോകുമ്പോൾ രക്ഷപ്പെട്ടു. ഇനി അച്ഛനും നീഹു അവിടെ എവിടെ ഉണ്ട്. അവരും കൂടെ വന്നാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. തളർന്നു പോയി കേട്ടോ. ഒന്ന് അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടി എടുക്കുമ്പോൾക്ക് ഇതെന്തേത് അടുത്ത ബ്ലോക്ക്. സാറ് അച്ഛനും നീഹൊക്കെ കടന്നു കേട്ടോ. കാരണം അവിടെ റൈഡേഴ്സ് ആരെയും കാണുന്നില്ല. 4 വീലേഴ്സ് മാത്രമേ അവിടെ പിടിച്ചു വെച്ചിട്ടുള്ളൂ. അമ്മച്ചി, ഈ ലഡാക്കിൻ്റെ അവസ്ഥ എപ്പോഴും ഒരു 90% ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അധികവും ഈ മണ്ണിടിച്ചല്, അതേപോലെ വെള്ളപ്പൊക്കം, വാട്ടർ ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 90% സമയവും ഇവിടെ ഇങ്ങനെ തന്നെയാണ്. യാത്രയ്ക്ക് അനുയോജ്യമല്ലാത്തൊരു പ്രത്യേക ടൈപ്പ് നേച്ചറും കാലാവസ്ഥയാണ് ഇവിടെ. ഇതുകൊണ്ടില്ലേ, ഇതുപോലത്തെ മണ്ണൊക്കെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് പെട്ടെന്നൊരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ മലയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പെട്ടെന്ന് തന്നെ താഴത്തേക്ക് വീഴും. ഹൈ റിസ്കി. Oh my God. Oh my God. ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഇനി ഇവിടുന്ന്. അമ്മേ, തെച്ച് ബേക്കിൽ അമ്മയുള്ളതാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് ഓടിച്ചില്ലെങ്കിൽ വണ്ടി അമ്മയൊക്കെ കാലുമേലുണ്ടാവും. വീണ്ടും ബ്ലോക്കായി. ഞങ്ങൾ റൈഡേഴ്സ് ഉണ്ടാക്കിയ ബ്ലോക്കാ കേട്ടോ, മറ്റാരുമല്ല.
ഇതേ നമ്മൾ ബ്ലോക്ക് കൂടിയ സ്ഥലമാട്ടോ ഇത്. എത്രമാത്രം ബസ്സും ലോറിയും കാറും ഒക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടോ. ഒരുപാട് വണ്ടിയുണ്ട് കേട്ടോ. ഇനി എപ്പോൾ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കാത്തു നിൽക്കുന്നത്. എന്തായാലും നമ്മൾ കടന്നു കിട്ടി. ഇനി ഇതേപോലൊന്നും ഇല്ലാണ്ടെന്നാൽ മതിയായിരുന്നു. അയ്യോ, വാവ്, നോക്കിയേ എന്താ ഒരു സീനറി നോക്കിയേ. കൊള്ളാം അല്ലേ. എവിടെ പോയി കഴിഞ്ഞാലും വാട്ടർ ക്രോസിങ് ഞങ്ങൾ വിടാതെ പിന്തുടരാ കേട്ടോ. ചോദിക്കുക അടുത്ത വാട്ടർ ക്രോസിങ്. റോഡില്ല, റോഡ് മൊത്തം കുളമായി കിടക്കാം. എന്തിനായാലും ഓരോ ചാലഞ്ച് കഴിയുമ്പോൾ അടുത്തടുത്ത ചാലഞ്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ തളരില്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ ഇത് ഞങ്ങൾ ഓടി കടത്തട്ടെ. ഓക്കെ, കടത്തി അത് കടത്തി വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇനി അച്ഛൻ കടത്തുന്നുണ്ട് അവിടുന്ന്. അച്ഛൻ ആകെ കുടുങ്ങിപ്പോയി. അച്ഛനും മുടിയും. ആദ്യമായിട്ടൊന്നും ഞെട്ടിയില്ല. താങ്ക്സ് ബ്രോ, താങ്ക്സ്. അവസാനം തെറ്റിപ്പോയില്ലേ. അച്ഛൻ്റെ പോക്ക് കണ്ടുതരാം. അങ്ങ് എത്തൂരാന്ന് ധരിച്ചില്ല ഞാള്. അതിസാഹസികമായി ഒരു വാട്ടർ ക്രോസ്, മുടി ക്രോസ്. വണ്ടി വീണില്ല, ബാലൻസ് ചെയ്ത് നിപ്പിച്ചായിരുന്നു. പക്ഷെ വണ്ടി ഓഫായി പോയി. പക്ഷെ കുറേ സുഹൃത്തുക്കൾ വന്ന് ഓടി വന്ന് വണ്ടി പിടിച്ച് കയറ്റി തന്നു. അതെ, പുള്ളിക്കാരെ ആൾക്കാരെ കടത്തി കൊടുക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. എന്തായാലും ഇനി ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞു കേട്ടത്. നോക്കാം നമുക്ക്. എന്തായാലും വേഗം ഇവിടുന്ന് ഇവിടെ അച്ഛനാ വെള്ളം കുടിച്ചു പോയി അല്ല അച്ഛാ. ശരിക്കും റോഡൊക്കെ ഭയങ്കര മോശം കേട്ടോ. ഭയങ്കര മോശം വെച്ചാൽ ഇതേ ഡബിളൊന്നും എടുത്തിട്ട് വണ്ടി ഒന്നും ഓടിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്നാലും ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ ഈവൻ ക്യാമറ പോലും പുറത്ത് വെക്കാറില്ല കേട്ടോ. കാരണം ക്യാമറ പുറത്ത് വെച്ച് അതിൻ്റെ പൊടി കയറി നാശമായിപ്പോൾ. അതുകൊണ്ട് ഞാൻ ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് ക്യാമറ പുറത്തേക്ക് എടുക്കാറുള്ളൂ, വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളൂ. റോഡൊക്കെ ഇച്ചിരി അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല റോഡാണ് കേട്ടോ. ഇവിടെ ഈ ഘാട്ട് റോഡായതുകൊണ്ടാണ്, ചുരം റോഡായതുകൊണ്ടാണ് ഇത്ര മോശമായി പോയത്. നല്ല വിൻഡി ഡേ ആട്ടോ ഇന്ന്. നല്ല കാറ്റുണ്ട്. ഞങ്ങളിങ്ങനെ കാറ്റടിച്ചിട്ട് ബൈക്കൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങി പോവാണ്. അതുപോലത്തെ കാറ്റാണ്. ഹാൻഡിൽ ചെയ്തിട്ട് ഓടിച്ച് പോവാ. റോഡും ഇങ്ങനെ ക്ലൈമറ്റും വിൻഡും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാട്ടോ. ഇതേ 35-37 എത്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ km/ലിറ്റർ ആവറേജ്. ഇപ്പം നോക്കിയാൽ ഒരു 28 കാണിച്ചു തരുന്നത്. അത്രയും മോശമാണ് റോഡ്. നമുക്ക് ഓടിച്ച് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്.
അങ്ങനെ നമ്മളിതാ ജിസ്പ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്, ഹിമാചൽ പ്രദേശിൽ ജിസ്പ. അതെ, ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ വണ്ടി റിസർവായി. അവസാനമായിട്ട് എണ്ണ അടിച്ചത് നമ്മൾ എവിടെ നിന്ന് വെച്ചാൽ ലേന്നല്ലേ, ലേന്ന് തന്നെ നമ്മളിത് എന്താണിത് കാരൂന്ന് അടിച്ചിട്ടുണ്ട് അല്ലേ, കാരൂന്ന് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയിൽ എണ്ണ സ്റ്റോക്കാക്കിയത് അവസാനം ലേന്നാണല്ലേ. ബുള്ളിയിൽ 5 ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞതാണ്. ഇപ്പോഴാണ് നമ്മൾ അഡ്ഡുമോൻ റിസർവ് ആയത്. ഇതിന് നല്ല മൈലേജാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അല്ലേ. അങ്ങനെ ഗായ്സ്, നമ്മുടെ കാത്തിരിപ്പിന് അവസാനം വിരാമമായിരിക്കുകയാണ്. നമ്മളിതാ നമ്മുടെ അടൽ ടണലിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിരിക്കുകയാണ്. ഈ ഒരു പുഴയൊക്കെ നമ്മൾ ഏതൊക്കെയോ വീഡിയോയിൽ, ഏതൊക്കെയോ വ്ളോഗേഴ്സിൻ്റെ വീഡിയോയിൽ കണ്ടതിൻ്റെ ഒരിത് വെച്ചിട്ട് പറയുകയാണ്. ഏകദേശം എത്തിയെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് നോക്കാൻ എന്തായാലും. നമ്മളിപ്പോൾ സിസു കഴിഞ്ഞതിന് ശേഷമാണ് അടൽ ടണലിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അതായത് ഇപ്പുറത്തെ സൈഡിലെ നോർത്ത് സൈഡിലെ എൻട്രി വരുന്നത് സിസു ഭാഗത്താണ്. അപ്പോൾ സിസു കഴിഞ്ഞ് നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ആയി സിസു ടൗൺ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി എന്തായാലും ഈ വരുന്നത് അടൽ ടണൽ തന്നെ ആവാനാണ് സാധ്യത. നോക്കാം നമുക്ക്. അങ്ങനെ ഫൈനലി നമ്മളിതാ അടൽ ടണലിലേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഈ കാണുന്നതാണ് അടൽ ടണലിൻ്റെ നോർത്ത് എൻട്രി. അടൽ ടണൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പോകേണ്ട റൂട്ട് ഇതാ കേട്ടോ. ഈ റൂട്ട് കൂടെ ഇങ്ങനെ പോയിട്ട് റോത്താങ് പാസ് ഉണ്ട്, ലോകത്തിലെ ഏറ്റവും എന്താണത് ഡേഞ്ചറസ് ആയിട്ടുള്ള പാസുകൾ ഒരെണ്ണമാണ്. അത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അടൽ ടണൽ ഉണ്ടാക്കിയിട്ടുള്ളത്. 9 കിലോമീറ്റർ എന്തോ ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. 9.02 ഗൂഗിൾ വെച്ച് ശരിയാണെന്നുണ്ടെങ്കിൽ അതാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. 9 കിലോമീറ്റർ ഒന്നുമല്ല കേട്ടോ, മറ്റേതെന്തോ ഓൾമോസ്റ്റ് 100 കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു റോത്താങ് പാസ്. അതേപോലെ അത്രയും ഡേഞ്ചറസും കൂടിയാണ് കേട്ടോ. അതിനെ ഡൈവേർട്ട് ചെയ്യാനാണ് 2008 ഈ ഒരു ടണലിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 2020 പൂർത്തീകരിച്ചു. 25-ലാട്ടോ അത് തീർക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ 2020 തന്നെ തീർത്തു വരും. നമുക്ക് 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം അവിടുത്തെ. കൊള്ളാം. അങ്ങനെ ഞങ്ങളിതാ ഫാമിലി ആയിട്ട് 4 പേര്, 2 മോട്ടോർ സൈക്കിൾ, ഒരേ നമ്പർ പ്ലേറ്റ് അടൽ ടണലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. അതെ, ഈ അടൽ ടണലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ ഏറ്റവും നീളം കൂടിയ ടണലാന്നാണ് പറയുന്നത്. അത് 10,000 അടി മുകളിൽ ഉയരത്തിലുള്ള. വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ടണൽ വരുന്നതിന് മുമ്പ് ഒരു സാധനം ഉണ്ടായിരുന്നു, റോത്താങ് പാസ്. ഇപ്പോഴും ഉണ്ട്, അതിൽ കൂടി വണ്ടി പോകില്ലാന്ന് തോന്നുന്നത്. ഡ്രൈവർമാർക്കെല്ലാം എന്താ പേടി സ്വപ്നമായ ഒരു, ഡ്രൈവർമാർക്ക് മാത്രമല്ല അമ്മക്കും പേടി. അമ്മയോട് അമ്മ അടുത്തത് റോത്താങ് പാസ്സാണ്, ഇനി അത് കടക്കണോ മറ്റേ എന്നെ പേടിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചതാ. ഇത് കണ്ടുതരാം അമ്മക്ക് ശ്വാസം നേരെ വന്ന്. റോത്താങ് പാസ് കടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ചൊരു പാത തന്നെയാണത്. ഒരു ദിവസം എടുക്കും തോന്നുന്നു. ഞാനിതൊരു പോയിട്ടില്ല, പലതിലും കേട്ടിട്ടും കണ്ടിട്ടുള്ള മനസ്സിലാക്കിയതാണ്. അതിന് അത് കടക്കാതിരിക്കാൻ വേണ്ടി എളുപ്പം ഒരുപാട് ഷോർട്ടാണ് ഈ വഴി. ഇതിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും ലെങ്ത് ഉള്ളതെന്നാണ് നമ്മൾ അവിടെ കണ്ടത്. ഡോക്ടർ ശ്യാം 9.something. അതെ, ഇവിടുന്ന് ജമ്മുന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന റൂട്ടിലാന്ന് തോന്നുന്നു. ഓർമ്മ ശരിയാണ്, നമ്മളെ വീഡിയോ ഉണ്ട്, അത് നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും ഇത് ഓക്കെ, നമ്മളെന്തായാലും അടൽ ടണൽ പാസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, യെസ്, ദി മൈറ്റി അടൽ ടണൽ. ഫുള്ള് വെളിച്ചമൊക്കെ വെച്ചിട്ട്. നമ്മളെ മറ്റേ 2 ടണൽ അങ്ങനെ ആയിരുന്നില്ല. അതിൽ മൊത്തത്തിൽ എന്താ ഇരുട് പിടിച്ച് ആകെ നമുക്ക് ഒരു പേടിയായിരിക്കും. പിന്നെ അതേപോലെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് പേടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിലങ്ങനെയല്ല കേട്ടോ. ഇതിന് നല്ല വെളിച്ചമൊക്കെ വെച്ച് നല്ല എന്താണത് ഒരു കയറുമ്പോൾ തന്നെ നല്ലൊരു ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട്. ഇനി അങ്ങോളം ഉണ്ടോയെന്ന് എന്താണെന്ന് അവസ്ഥ ഒന്നും അറിയത്തില്ല, നോക്കാം നമുക്ക്. പിന്നെ ഈ ഒരു ടണലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നെറ്റ്വർക്ക് ടവറും ഉണ്ട്, അതേപോലെ എക്സോസ്റ്റ്, അതേപോലെ തന്നെ പുറത്തുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരുപാട് വലിയ വലിയ ഫെസിലിറ്റീസ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഓ എന്താ അല്ലേ, 9 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത്. ആ എന്താ അല്ലേ. ഓ ഇങ്ങോട്ട് എത്തുമ്പോൾ ഈ ഒരു വെളിച്ചം മങ്ങി വരുന്നുണ്ട്.
നേരത്തെ കയറുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ, കയറുമ്പോൾ നല്ല വെളിച്ചമുണ്ടായിരുന്നു, പിന്നെ ഇപ്പം കുറച്ച് കുറഞ്ഞു. എന്താ സംഭവം അല്ലേ. ഇതൊക്കെ നമ്മുടെ ആർമി ഡിവിഷനാണ് കേട്ടോ ഉണ്ടാക്കിയത്. ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള, നമുക്കറിയാം, ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, ആർമിയുടെ ഒരു എന്താണത് സംഭാവനയാണ് ഈ പറയുന്ന അടൽ ടണൽ എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ സ്പീഡ് ലിമിറ്റാണ് കേട്ടോ. കയറുന്ന സമയത്ത് അതിൽ കാണിച്ചത് സ്പീഡ് ലിമിറ്റ് 40 ആയിരുന്നേ, ഇപ്പോൾ അത് സ്പീഡ് ലിമിറ്റ് 60 ആയി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സ്പീഡിലൊക്കെ പോകാനും പറ്റും ഇതിൻ്റെ അകത്ത്. എന്തായാലും ഇത് പൊളിച്ചു, ഇത് ഗംഭീരൻ. യെസ്, ഫൈനലി നമ്മളിതാ അടൽ ടണലിൻ്റെ സൗത്ത് പോർട്ടൽ, അതായത് താഴെ ഭാഗം, നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ സൈഡുണ്ടല്ലോ, ഡൽഹി കേരളത്തിൻ്റെ ഒക്കെ സൈഡ്, ആ സൈഡിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ 40 സ്പീഡ് ലിമിറ്റ് കാണിച്ചുകൊണ്ടാണ് കേട്ടോ, ഞാനങ്ങ് ഗസ് ചെയ്യാണ്, എനിക്ക് അറിയത്തില്ല, കാരണം എൻട്രിയിലും എക്സിറ്റിലും മാത്രമാണ് ഈ ഒരു കിലോമീറ്റർ കൊടുത്തിട്ടുള്ളൂ. ഓ അതേപോലെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അത് പൊളിച്ചു. ഓ കംപ്ലീറ്റ് കോടയാണ് കേട്ടോ. വാവ്, അതൊരു പുതിയ അനുഭവം തന്നെ. ഓ ടണലിൻ്റെ ഒരു സൈഡിൽ ഒരു ക്ലൈമറ്റ്, ടണലിൻ്റെ മറ്റൊരു സൈഡിൽ മറ്റൊരു ക്ലൈമറ്റ്. വാവ്, അതെന്തായാലും വിളിച്ചു. നമ്മൾ അവിടുന്ന് കയറുമ്പം കണ്ട ഒരു ക്ലൈമറ്റ് അല്ല ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്. വാവ്, മൊത്തം മഞ്ഞാണ് കേട്ടോ, മഞ്ഞ് മൂടിപ്പോയി. ഓഹോ, ഇത് നോക്കിക്കേ, ഇന്ന് വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ അടൽ ടണലിന്റെ സൗത്ത് പോർട്ടല്ലേ, നമ്മുടെ ഡൽഹി കേരള ഇതിന്റെ ഒക്കെ സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോ ഇതാ ക്ലൈമറ്റ് കണ്ടില്ലേ, കംപ്ലീറ്റ് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അതെ, അതിന്റെ അകത്താണെങ്കിൽ നല്ല തണുപ്പ്. അതെ, നമ്മളിപ്പോ മൂന്നാമത്തെ ടണലാണ്, ഇത്രയും വലിയ ടണൽ, മൂന്നാമത്തെ ടണൽ. അതെ, മൂന്നാമത്തെ ടണലിൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, കാരണം ലേറ്റസ്റ്റ് ആയതുകൊണ്ടായിരിക്കും. ഇതില് ഒരുപാട് എന്താണത് ടവർ കാര്യങ്ങൾ, അതേപോലെ തന്നെ എന്തൊക്കെയോ ലൈറ്റിങ് കാര്യങ്ങൾ, ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്, എമർജൻസി എക്സിറ്റ് ഇഷ്ടംപോലെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനുള്ളത് ഇനി ഇറങ്ങുന്നതെന്ന് അറിയില്ല, ഒരുപാട് എക്സിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര ദൂരെയാണെന്നുള്ളത് ഓരോ സ്ഥലത്തും ഇങ്ങനെ. എന്തായാലും ഭയങ്കര സംഭവം തന്നെ. പിന്നെ ഇവിടെ എത്തിയിട്ട് ഇത് മൊത്തം കൂടെ കേട്ടോ, പക്ഷെ തണുപ്പില്ല, അതെന്താണെന്ന് അറിയില്ല അല്ലേ. ഇവിടെ തണുപ്പില്ല, തണുപ്പ് ഭയങ്കര കുറവാണ്. ചിലപ്പോൾ വണ്ടി ഓടുമ്പോൾ മനസ്സിലാവും. എന്ത് തന്നെ ആയാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം ഇനി നമുക്കിത് 80 എത്ര കിലോമീറ്റർ ഉണ്ട് മണലിലേക്ക്? 30 ഇനിയുണ്ട്, അത്യാവശ്യം ദൂരമുണ്ട്. അതെ, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ റൂമിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ വെച്ച് കാണാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും അമ്മ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതാണ് അമ്മയും പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.